മധുരാപുരിയെ ദഹിപ്പിച്ച കണ്ണകിയുടെ ക്രോധാഗ്നിയിൽ നിന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആരംഭിക്കുന്നത്. തന്റെ ഭർത്താവായ കോവലനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനോടുള്ള പ്രതികാരം തീർത്ത് മധുര ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിലേക്ക് വരികയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിൽ വച്ച് അവൾ ശാന്തസ്വരൂപിണിയായ ഭദ്രകാളിയായി മാറി മോക്ഷം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. കണ്ണകിയുടെ ചരിത്രമറിഞ്ഞ ചേരരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ അവൾക്കായി ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിൽ അദ്ദേഹം കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുത്തു. ഈ വിഗ്രഹമാണ് ഇന്നും കൊടുങ്ങല്ലൂർ ഭഗവതിയായി ആരാധിക്കപ്പെടുന്നത്. ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരം എന്ന തമിഴ് കാവ്യത്തിലും ഈ പ്രതിഷ്ഠയെക്കുറിച്ച് പരാമർശമുണ്ട്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കൊടുങ്ങല്ലൂർ. തൃശൂർ ജില്ലയിലെ ഈ ക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ബലിതർപ്പണങ്ങളുടെയും യുദ്ധസ്മരണകളുടെയും ഭാഗമായാണ് ഭരണി ഉത്സവം കൊണ്ടാടുന്നത്. ശാക്തേയ പൂജാവിധികളാണ് ഇവിടെ പിന്തുടരുന്നത് എന്നതും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ നടക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണി ലോകപ്രശസ്തമാണ്. കോഴിക്കല്ല് മൂടൽ, കാവുതീണ്ടൽ എന്നീ ചടങ്ങുകൾ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ചുവന്ന വസ്ത്രമണിഞ്ഞ് വാളും ചിലമ്പുമായി എത്തുന്ന കോമരങ്ങൾ ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞുതുള്ളുന്ന കാഴ്ച ഭക്തിയുടെയും വീര്യത്തിന്റെയും സങ്കലനമാണ്. വാസ്തുവിദ്യയിലും ചരിത്രത്തിലും ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രം. മരവും കല്ലുമുപയോഗിച്ചുള്ള കേരളീയ ശൈലിയാണ് ഇവിടെ കാണാൻ സാധിക്കുക. പണ്ട് മഹോദയപുരമെന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്നും പിന്നീട് ഹൈന്ദവ ക്ഷേത്രമായി മാറിയതാണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. ജാതിമതഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന സംരക്ഷകയായ അമ്മയായാണ് കൊടുങ്ങല്ലൂരമ്മയെ കരുതുന്നത്. വടക്കുംനാഥന്റെയും കാവേരിയുടെയും സാന്നിധ്യമുള്ള ഈ മണ്ണ് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. തമിഴ് സാഹിത്യത്തിലെ ചിലപ്പതികാരം എന്ന ഇതിഹാസം കൊടുങ്ങല്ലൂരുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തന്റെ ഭർത്താവിനെ വധിച്ച മധുരനഗരത്തെ ശപിച്ച് ഭസ്മമാക്കിയ കണ്ണകി ആ ക്രോധാഗ്നിയുമായി കേരളത്തിലെത്തിയപ്പോൾ കൊടുങ്ങല്ലൂരമ്മ അവളെ തന്നിലേക്ക് ആവാഹിച്ചു എന്നാണ് വിശ്വാസം. തമിഴ് ജനത പത്തിനി ദൈവം എന്ന് വിളിക്കുന്ന കണ്ണകിയുടെ ചൈതന്യം ഇന്നും ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് വലിയൊരു ബൗദ്ധ പാരമ്പര്യമുണ്ട്. പണ്ടുകാലത്ത് ഇതൊരു ബുദ്ധവിഹാരമായിരുന്നു എന്നും കുരുംബ എന്ന വാക്കുപോലും ഇതിനോട് ചേർന്നതാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ചില ആചാരങ്ങൾക്കും നിർമ്മാണ രീതികൾക്കും ബുദ്ധമത കേന്ദ്രങ്ങളോട് സാമ്യമുണ്ട്. മതം മാറിയെങ്കിലും വിശ്വാസത്തിന്റെ വേരുകൾ ഇന്നും ആ പുരാതന ചരിത്രത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന കാവുതീണ്ടൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ഉത്സവങ്ങളിലൊന്നാണ്. ചുവന്ന പട്ടുടുത്ത് അരമണിക്കിലുക്കി കയ്യിൽ വാളുമേന്തിയെത്തുന്ന ആയിരക്കണക്കിന് കോമരങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും ഓടി പ്രദക്ഷിണം വയ്ക്കുന്നത് മനം കവരുന്ന കാഴ്ചയാണ്. തങ്ങളുടെ അമ്മയുടെ അരികിലേക്ക് ആവേശം മൂത്ത് ഓടിയെത്തുന്ന ഭക്തരുടെ പ്രതീകമാണ് ഈ കോമരങ്ങൾ. ക്ഷേത്രത്തിലെ ചില പൂജകളും ചടങ്ങുകളും ഇന്നും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നവയാണ്. രഹസ്യപൂജ എന്നറിയപ്പെടുന്ന ചില കർമ്മങ്ങൾ പുലർച്ചെ ആരും കാണാതെയാണ് നടക്കാറുള്ളത്. ക്ഷേത്രത്തിനുള്ളിലെ വടക്കേ നടയിലുള്ള രഹസ്യ അറയെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ആത്മീയമായ നിഗൂഢതയും ചരിത്രപരമായ പ്രാധാന്യവും ഒത്തുചേരുന്ന കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം ഇന്നും ലക്ഷക്കണക്കിനു മനുഷ്യരുടെ അത്താണിയായി നിലകൊള്ളുന്നു. തമിഴ് സാഹിത്യത്തിലെ ചിലപ്പതികാരം എന്ന ഇതിഹാസം കൊടുങ്ങല്ലൂരുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. തന്റെ ഭർത്താവിനെ വധിച്ച മധുരനഗരത്തെ ശപിച്ച് ഭസ്മമാക്കിയ കണ്ണകി ആ ക്രോധാഗ്നിയുമായി കേരളത്തിലെത്തിയപ്പോൾ കൊടുങ്ങല്ലൂരമ്മ അവളെ തന്നിലേക്ക് ആവാഹിച്ചു എന്നാണ് വിശ്വാസം. തമിഴ് ജനത പത്തിനി ദൈവം എന്ന് വിളിക്കുന്ന കണ്ണകിയുടെ ചൈതന്യം ഇന്നും ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് വലിയൊരു ബൗദ്ധ പാരമ്പര്യമുണ്ട്. പണ്ടുകാലത്ത് ഇതൊരു ബുദ്ധവിഹാരമായിരുന്നു എന്നും കുരുംബ എന്ന വാക്കുപോലും ഇതിനോട് ചേർന്നതാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ചില ആചാരങ്ങൾക്കും നിർമ്മാണ രീതികൾക്കും ബുദ്ധമത കേന്ദ്രങ്ങളോട് സാമ്യമുണ്ട്.
മതം മാറിയെങ്കിലും വിശ്വാസത്തിന്റെ വേരുകൾ ഇന്നും ആ പുരാതന ചരിത്രത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന കാവുതീണ്ടൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ഉത്സവങ്ങളിലൊന്നാണ്. ചുവന്ന പട്ടുടുത്ത് അരമണിക്കിലുക്കി കയ്യിൽ വാളുമേന്തിയെത്തുന്ന ആയിരക്കണക്കിന് കോമരങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും ഓടി പ്രദക്ഷിണം വയ്ക്കുന്നത് മനം കവരുന്ന കാഴ്ചയാണ്. തങ്ങളുടെ അമ്മയുടെ അരികിലേക്ക് ആവേശം മൂത്ത് ഓടിയെത്തുന്ന ഭക്തരുടെ പ്രതീകമാണ് ഈ കോമരങ്ങൾ. ക്ഷേത്രത്തിലെ ചില പൂജകളും ചടങ്ങുകളും ഇന്നും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നവയാണ്. രഹസ്യപൂജ എന്നറിയപ്പെടുന്ന ചില കർമ്മങ്ങൾ പുലർച്ചെ ആരും കാണാതെയാണ് നടക്കാറുള്ളത്. ക്ഷേത്രത്തിനുള്ളിലെ വടക്കേ നടയിലുള്ള രഹസ്യ അറയെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ആത്മീയമായ നിഗൂഢതയും ചരിത്രപരമായ പ്രാധാന്യവും ഒത്തുചേരുന്ന കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം ഇന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി നിലകൊള്ളുന്നു.